ഇന്നത്തെ റെസിപ്പി ചെറുപയർ പരിപ്പ് പായസമാണ്. നമ്മൾ സാധാരണ കോക്കനട്ട് മിൽക്കിലൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പശുവിൻ പാലിൽ ചെറുപയർ പരിപ്പ് പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും നമുക്ക് തേങ്ങാപ്പാലിൽ നമുക്ക് ചിരകി എടുക്കാനും പാൽ പിഴിയാനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം തോന്നി നമ്മൾ കൂടുതലായിട്ട് പാലടയും സേമിയ പായസമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പരിപ്പ് പായസവും പശുവിൻ പാലിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് പരിപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. അപ്പോൾ നേരത്തെ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത പരിപ്പ് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിൽ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം കുക്കറിൽ ഒരു 2 വിസിൽ 2-3 മാക്സിമം വിസിൽ ഇത് വെന്ത് വരും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, അത് കൂടുതലാവാതെ ശ്രദ്ധിക്കണം. പരിപ്പ് നികക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒട്ടും വെള്ളമില്ലാതെ വേണം പരിപ്പ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി വെന്ത് വന്ന ഈ പരിപ്പ് നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. ഉടച്ച് കൊടുത്താൽ നമുക്ക് ആ പരിപ്പ് പായസം നന്നായി കുറുകിയിരിക്കും. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് എത്ര ഉടച്ചാലും ശർക്കര പാനി ഒഴിക്കുമ്പോൾ അത് വീണ്ടും ആ പരിപ്പൊക്കെ ഒന്ന് വേറിട്ട് വരും. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ പായസം നല്ല കുറുകി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാനിലോട്ട് ഇത് മാറ്റുവാണ്. അപ്പോൾ ശർക്കര പാനിയും ആ പരിപ്പുമായിട്ട് ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കണം. ആ പരിപ്പിലെല്ലാം നന്നായിട്ട് ആ ശർക്കരയുടെ മധുരം പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ പ്രോസസ്സാണ് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം ഇതിൽ സിമ്പിളാണ്. അപ്പം ഈ പരിപ്പും ശർക്കരയും കൂടി നന്നായി മെൽറ്റായിട്ട് ആ മധുരമൊക്കെ നന്നായി പിടിച്ച് കിട്ടാനായിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത ശർക്കരയും പരിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പശുവിൻ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാക്കറ്റ് പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, 250 ഗ്രാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പാക്കറ്റ് പാലിൻ്റെ 1/4 പാക്കറ്റ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാൽ നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത പശുവിൻ പാൽ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ്സൊക്കെ നമുക്ക് നോക്കാം. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ടുള്ള ആ ഒരു മിശ്രിതം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കായി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഏലക്കായൊക്കെ ചേർത്തതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ, നമുക്ക് പശുവും പാലിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് സദ്യയ്ക്ക് അല്ലാതെ നമുക്ക് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പശുവും പാൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പി. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.